നമസ്കാരം. നിങ്ങളുടെ ഈ ആഴ്ച എന്ന് പറയുന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ കൂറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫലചിന്ത നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രക്കാർക്കും ഉള്ള ഫലങ്ങൾ ഈ കൂറിനകത്തിൽ വരുമ്പോൾ അത് ജനറലായിട്ടായിരിക്കും നമുക്കൊരു ഫലം പറയാൻ പറ്റത്തുള്ളൂ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം അറിയാം, ഏത് കൂറിലാണ് ജനിച്ചിരിക്കുന്നതെന്ന് അറിയാം. 2019 ജനുവരി 27 മുതലുള്ള ഈ ഒരാഴ്ച മേടൻ രാശിയിൽ ജനിച്ചവർക്ക് എങ്ങനെയെന്ന് നമുക്ക് ഒന്നിച്ച്. മേടൻ രാശിയിൽ ജനിച്ച ആദ്യത്തെ 2.25 നക്ഷത്രക്കാരും അശ്വതി, ഭരണി, കാർത്തിക, കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, വിദേശ യാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, ഇപ്പോൾ പ്രമോഷന് വേണ്ടി ശ്രമിക്കുന്നവർ, പുതിയ തൊഴിൽ മേഖല തേടുന്നവർ, ഇവരെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മേടൻ രാശിക്കാർക്ക് ഇപ്പോൾ അനുകൂലമായ ഒരു സമയമാണ്. ഒപ്പം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ സമയത്ത് ചിലപ്പം കൊടുത്ത് അതിനു വേണ്ടുന്ന ഒരു സാമ്പത്തിക ലാഭം വേണ്ടുന്നത്ര ലഭിക്കാനുള്ള സാധ്യത വിരളമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അംഗീകാരം ലഭിക്കുന്നതിൻ്റെയും ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും സമയം അനുകൂലമായി തന്നെയാണ്. പ്രത്യേകിച്ചും 2ാം ഭാവത്തിൽ വ്യാഴം നോക്കുന്നു. വിദ്യാർത്ഥികൾക്കും വിദ്യ അഭ്യസിക്കുന്നവർക്കും പുതിയ വിദ്യയിലേക്ക് പോകേണ്ടുന്നവർക്കും സമയം അനുകൂലമായിട്ടാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇടവൻ രാശി. ഇടവൻ രാശിക്കാർക്ക് 2019 ജനുവരി 27 മുതലുള്ള ഈ ഒരാഴ്ച വളരെ അനുകൂലമായിട്ടാണ് ഇടവൻ രാശിക്കാരെ കാണുന്നത്. കാരണം ഈശ്വരാധീനം പൂർണ്ണമായിട്ടും ഉള്ളൊരു അവസ്ഥയാണ് ഇന്ന് ഇടവൻ രാശിക്കാർക്കുള്ളത്. അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അത് പൂർത്തീകരിക്കാനും അതിൻ്റെ ഫലപ്രാപ്തി ലഭിക്കാനും ഉള്ള ഒരു സമയമാണ്. മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുകയും മറ്റ് മേഖലയിലേക്ക് വീണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും പറ്റിയൊരു സാഹചര്യമായിരിക്കും ഈ 2017 ജനുവരി 27 മുതലുള്ള ഒരാഴ്ച ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. വിവാഹാർത്ഥികൾക്ക് വളരെ അനുകൂലമായ രാശിയാണ്. അവരുടെ വൈവാഹിക അന്വേഷണങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആലോചനകൾ മുമ്പോട്ട് പോവുകയോ അത് ബന്ധങ്ങളിലേക്ക് തീർന്നു കിട്ടുകയോ ചെയ്യുന്ന, ബന്ധങ്ങളിലേക്ക് അടുക്കുകയോ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായി തന്നെയാണ്. പ്രത്യേകിച്ചും ഈശ്വരാധീനം മുറ്റുനിൽക്കുന്ന ഒരു സമയമാണ് ഇടവൻ രാശിക്കാർക്ക്. ഇനി മിഥുനം രാശി. മിഥുനം രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്നത് ഈ ഒരാഴ്ച ശിരോസംബന്ധമായ എന്തെങ്കിലും രോഗം വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മാത്രവുമല്ല, വ്യാഴം ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത് 6ലാണ്. ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, രോഗാവസ്ഥകൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പോരെങ്കിൽ കണ്ടശനിയും കൂടെയാണ് മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വാഹനം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക, എടുക്കേണ്ട എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുക്കുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രീഭവിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അടുത്തത് കർക്കിടകൻ രാശിയാണ്. കർക്കിടകൻ രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച 2019 ജനുവരി 27 മുതലുള്ള ഈ ഒരാഴ്ച പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം നന്നായിരിക്കും എന്ന് തന്നെ, പൊതുവായ ഫലത്തിൽ നന്നായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും.
മറ്റ് ഗ്രഹസ്ഥിതികൾ അവർക്ക് അനുകൂലമാണ്. എന്നാൽ ഏതെങ്കിലും സർജറിയോ അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങൾക്കോ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെയായിരിക്കും അത് നടത്താൻ ഏറ്റവും ഉത്തമം. അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലപ്രാപ്തി അനുകൂലമായിരിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെ അധ്യാപകർ, അതുമായിട്ട് ബന്ധപ്പെടുന്ന അത്തരം തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ചും വരുന്ന ഒരു വർഷത്തേക്കുള്ള പല പ്രമോഷൻ സാധ്യതകളുടെയും സൂചന പോലും അവർക്ക് ചിലപ്പോൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമയം അനുകൂലമാണെന്ന് പറയാം. ചിങ്ങൻ രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച നന്നായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സുഖസ്ഥാനത്താണ് ഇന്ന് വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൗകിക ജീവിതത്തിലെ സുഖസൗഭാഗ്യങ്ങളെ പ്രദാനം ചെയ്യുന്ന ഫലത്തെ സിദ്ധിക്കുന്ന ഒരാഴ്ചയായിട്ട് നമുക്ക് ഇത് ചിന്തിക്കാൻ പറ്റും. പുതിയ വാഹനം മേടിക്കേണ്ടവർക്ക് അല്ലെങ്കിൽ ആഭരണം മേടിക്കേണ്ടവർക്ക് അതിനൊക്കെ പറ്റിയ അവസരങ്ങൾ വരും. വിദ്യാഭ്യാസത്തിലും തൊഴിലിലും ഉയർച്ചയെ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ പുതുതായി തെളിഞ്ഞു വരും. എന്തായാലും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച നന്നായിരിക്കും. കന്നിരാശിയിൽ ജനിച്ചവർ ഈ ആഴ്ച വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 11-ലാണ് വ്യാഴം നിൽക്കുന്നത്. അത് ധനപരമായും തൊഴിൽപരമായും ഉയർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. മംഗള കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം വരും. ദൂരയാത്രയ്ക്കുള്ള അവസരം വരും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും അടരാടുന്ന ഒരു സമയമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റും. പുതുമയുള്ള കാര്യങ്ങൾ വന്നു ചേരും. പൊതുവെ കന്നിരാശിക്കാർക്ക് അനുകൂലമായ ഒരു സമയമായിട്ടാണ് ഈ ഒരാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. തുലാൻ രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച ഈശ്വരാധീനം നന്നായിട്ട് ഉള്ള ഒരു സമയമായിട്ട് തന്നെയാണ്. അപ്പോൾ അതിന് തൊഴിൽ മേഖലയിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് പുതിയ തൊഴിൽ വന്നു ചേരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒപ്പം പ്രമോഷന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയം വരും. വിവാഹാർത്ഥികൾക്ക് പുതിയ ആലോചനകൾ വരികയോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുമ്പോട്ട് പോവുകയോ ചെയ്യാൻ പറ്റും. ദൂരയാത്ര ചെയ്യാനുള്ള അവസരം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായി തന്നെ ചിന്തിക്കേണ്ടി വരും. തൊഴിൽപരമായും ധനപരമായും ഉയർച്ചയുടെ സമയം തന്നെയാണ്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ ലോവർ അബ്ഡമൻ സംബന്ധിച്ച എന്തെങ്കിലും അല്ലെങ്കിൽ ഉദര രോഗങ്ങൾ എന്തെങ്കിലും വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും അത്തരം എന്തെങ്കിലും സാഹചര്യങ്ങൾ എത്തിപ്പെടുന്നെങ്കിൽ നിർബന്ധമായും വൈദ്യസഹായം തേടുന്നത് നന്നായിരിക്കും. വൃശ്ചികം രാശിയിൽ ജനിച്ച വൃശ്ചികക്കൂറിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച ഈശ്വരാധീനത്തിൻ്റെ സമയമാണ്. അവർ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാനുള്ള അവസരത്തെ തരും. ഒപ്പം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഈശ്വരാധീനത്തിൻ്റെ സമയം കൂടെയാണ്. തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ചും സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു സമയമാണ്. സാംസ്കാരിക രംഗത്തും കായിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും സ്വാഭാവികമായിട്ടും അനുകൂലമായ ഒരു സമയമാണ് വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച. ധനുരാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ച ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. സ്വാഭാവികമായിട്ടും അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പൂർണ്ണമായി അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത കുറയും. സ്വയം ഞാൻ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കേണ്ട അവസ്ഥയിൽ കൂടെ വരും. അപ്പം നമ്മൾ അനുദിനം ജീവിതത്തിൽ ധാരാളം കടമകളും കടപ്പാടുകളും നിറവേറ്റപ്പെടുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും അംഗീകരിക്കപ്പെടുകയും മാനിക്കപ്പെടുകയും ചെയ്യാതെ പോകുന്ന ഒരവസ്ഥാവിശേഷത്തെ നമുക്ക് സൂചിപ്പിക്കേണ്ടി വരും. എന്നാൽ അത് സ്വാഭാവികമായിട്ടും ഈശ്വരാധീനത്തിൻ്റെ ഒരു കുറവാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം കൂട്ടാൻ വേണ്ടിയിട്ട് അവരവരുടെ ആചാര അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും പെടുന്ന പ്രാർത്ഥനാ രീതികളിലൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ അതിൻ്റെ ഒരു ദുരിതത്തെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പോരെങ്കിൽ കണ്ടശനി തീർന്നിട്ടില്ല. വാഹനം ശ്രദ്ധിക്കണം. നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്.
അത് ശ്രദ്ധിക്കേണ്ടുന്നതാണ്. മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച അവർക്ക് മകരത്തിന് 11 വ്യാഴം നിൽക്കുന്നുണ്ട്. മറ്റ് ഗ്രഹസ്ഥിതിയും അവർക്ക് അനുകൂലമാണ്. എന്തെങ്കിലും ഈശ്വരാധീനം ഉണ്ടെങ്കിൽ പോലും ശരീരത്തിൽ ഒടിവ്, ചതവ്, മുറിവ്, കുത്തിക്കെട്ട് അല്ലെങ്കിൽ സർജറി പോലുള്ള അവസ്ഥാവശങ്ങൾ ഇതിനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. ഒപ്പം തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷൻ ലഭിക്കാം. ധനപരമായി മാറ്റങ്ങളുണ്ടാവാം. പുതിയ സംരംഭങ്ങളിൽ ഇടപെടാം. വിദേശയാത്ര ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ദൂരദേശത്ത് പഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ജനറലി സുഖ ദുഃഖ സമ്മിശ്രമായൊരു അവസ്ഥയായിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന കർമ്മത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു അംഗീകാരം ലഭിക്കുന്ന ഒരാഴ്ചയാണ് ഈ ഒരു 2019 ജനുവരി 27 മുതലുള്ള ഒരാഴ്ച. അവർക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കുന്ന സമയമായിരിക്കും. ധനപരമായും അവർക്ക് സമയം അനുകൂലം തന്നെയാണ്. പുതുമയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പ്രത്യേകിച്ചും കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രോജക്റ്റുകൾ വന്നു ചേരാനും പുതിയ കാര്യങ്ങളിൽ ഇടപെടാനുമുള്ള ഒരു അവസരത്തെ നമുക്ക് അതൊട്ട് ചിന്തിക്കാൻ പറ്റും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പലപ്പോഴും അപഖ്യാതി നേരിടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ വാക്കുകളും പ്രവർത്തികളും അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മീനം രാശി 12 രാശികളിലെ അവസാനത്തെ രാശിയാണ് മീനം രാശി. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീർത്ഥാടനത്തിന് അവർക്ക് യാത്ര പോകാനും അതിൽ നിന്നും കിട്ടുന്ന മാനസിക ഉല്ലാസത്തിനും സാധ്യതയുള്ളൊരു സമയമാണ്. എങ്കിലും യാത്രാവേളകൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കണ്ടശനി ആയതുകൊണ്ട് വാഹനം ശ്രദ്ധിക്കുക. ശാരീരികമായ ക്ലേശങ്ങൾ ഇതിനൊക്കെ സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും ഈശ്വരാധീനം മുറ്റിനിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് പലതും കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ടുപോകുന്നത് പോലെ മാറിപ്പോകാനാണ് സാധ്യത. ഈ രാശിയിൽ ജനിച്ചവർക്ക് പുതിയ തൊഴിൽ, ധനപരമായ ഉയർച്ച, വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലം, കർഷകർക്ക് സമയം അനുകൂലം. ജനറലി ഇത്തരം നല്ല ഫലങ്ങൾ നമുക്ക് ഈ ഒരാഴ്ച മീനം രാശിയിൽ ജനിച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.